ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, വളരെ സത്യസന്ധമായ ഒരു യൂട്യൂബറാണ് കേട്ടോ ഇവര്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇവരെ. സന്തോഷായില്ലേ? ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. എന്റെ മോളെ പോലെ തന്നെ. അപ്പൊ ഞങ്ങള് ഇറങ്ങാം, ഇനി കാണാം. ഇതിപ്പോ തൃശ്ശൂർ അടുത്താണല്ലോ. നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. അപ്പൊ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് ഞങ്ങള് ഇടുക്കി കഴിഞ്ഞ്, ഇടുക്കി വരെ നമുക്ക് ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഇടുക്കി തീർന്ന് ഞങ്ങളിപ്പോ പെരുമ്പാവൂര് വഴി തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിന്നിട്ട് ഇടുക്കിയില് മുനിയറ എന്ന് പറയും. അപ്പൊ അവിടുന്ന് നമ്മൾ ഇന്നിപ്പോ രാവിലെ 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള റിമൈനിങ് നമുക്ക് ഒരു ജില്ലയും കൂടി ഉള്ളൂ, അതായത് 2 ജില്ല, തൃശ്ശൂരും അതേപോലെ മലപ്പുറം ഏകദേശം നമ്മൾ കാണിച്ചാണ്. ഇനി ഒരു തേക്ക് മ്യൂസിയം കൂടി ഉള്ളു നമുക്ക് എടുക്കാൻ. പിന്നെ എടുക്കാനുള്ളൂ എന്നല്ല, ബാക്കിയും കാര്യങ്ങളുണ്ട്, എന്നാലും പറയാം. അപ്പോൾ നേരെ നമ്മള് ഇനി തൃശ്ശൂരിക്കാട്ടോ പോണത്. ഇടയ്ക്ക് എവിടെ ഞങ്ങള് നമ്മുടെ ആരെയും കാണാൻ വേണ്ടി, സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി എവിടെയും ചവിട്ടുന്നില്ല, നേരെ പോവാണ്. കാരണം ഞങ്ങൾ തീരെ ടയേർഡായിട്ടുണ്ട്. ചെറിയ പനിക്കുള്ള ഒരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പനി എന്തെങ്കിലും വന്നാൽ സ്റ്റക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലെത്തുക എന്നുള്ളതാണ് പരിപാടി. പിന്നെ പോകും മലാവിലേക്ക് പോകുന്നതിന് മുമ്പ് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ ഇനി വേറെ എവിടെയും നിൽക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരവിന്, അടുത്ത ലീവിന് എല്ലാവരും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ അടുത്ത് പള്ളിയിൽ എന്തോ പരിപാടിയാ തോന്നണേ. ലൈറ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ റോഡില്. പള്ളി പരിപാടിയല്ല, അമ്പല പരിപാടിയാണ് കേട്ടോ, മാറിപ്പോയതാണേ. രാവിലെ തന്നെ വരുന്ന വഴിക്ക് ഒരു ഡാമും ഉണ്ട് കേട്ടോ. ഇടുക്കിയിലേക്ക് വരുമ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഡാമുകൾ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ? സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ. അപ്പൊ സൂര്യന്റെ ആ കിരണത്തിലുള്ള ഒരു റെഡിഷ് കളർ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ കേട്ടോ. അങ്ങനെ ചെറിയ മഞ്ഞും കോടയുമൊക്കെ അനുഭവിച്ച് നമുക്ക് പതുക്കെ നാട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിയില്ലായിരുന്നു ഏട്ടാ? ഇടുക്കിയിൽ നിന്ന് നമ്മൾ അങ്കമാലി എത്തി. അതെ, അങ്കമാലിയിൽ നമുക്ക് കറുകുറ്റിയിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചപ്പോഴൊക്കെ വിളിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ആ ചേച്ചീനെ കാണാൻ വേണ്ടി പോവാണ്. ഇത്തിരി ദൂരേ ഉള്ളൂ, മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് ഇത്തിരി ദൂരേ ഉള്ളൂ. അപ്പൊ അവരെ കണ്ടിട്ട് നമുക്ക് തൃശ്ശൂര് പോവാം. ചേച്ചീന്റെ അടുത്ത് എത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലല്ലോ ഏട്ടാ. ഞങ്ങളിന്ന് 5 മണിക്ക് പുറപ്പെട്ടതുകൊണ്ട് വലിയ ക്ഷീണം, അതായത് പെട്ടെന്ന് കുറെ ബ്ലോക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എത്തിയൊരു ഫീലില്ലേ? അതെ, വലിയ തിരക്കുകളില്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവാം. ഇല്ല ഇല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് അധികം കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ഒരു 5 കിലോമീറ്റർ പോയാല് നമ്മൾ പറഞ്ഞ ചേച്ചീന്റെ വീട്ടിൽ എത്തും. അവിടെ എത്തും. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നത് ജവാനാണ്. അതെ, പിന്നെ മക്കളൊക്കെ പുറത്താന്നാ പറഞ്ഞത്. നമ്മള് നിരന്തരം കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നതാണ്, കാണണം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ രാജ്യത്തിന് കാക്കുന്ന ഒരു ജവാന്റെ ഭാര്യ വിളിക്കുമ്പോ നമ്മളവിടെ പോയിരിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും പോണതാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് അങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു അല്ലേ? നമ്മള് താഴെ നമ്മുടെ കേരളത്തിന്റെ താഴത്തേക്കുള്ള യാത്രയായിരുന്നു. പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് വീണ്ടുമാണ്. അതെ, ഇനിയിപ്പോ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വീണ്ടും തിരിച്ചു വരണം. ആലപ്പുഴയില് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫാമിലി മൊത്തമായിട്ട് വരുന്നൊരു ട്രിപ്പ് ഉണ്ട്, സെക്കൻഡ് സാറ്റർഡേ. അതെ, ഫാമിലിയോടൊപ്പം ഫെബ്രുവരി സെക്കൻഡ് സാറ്റർഡേ. അത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്തും ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ആലപ്പുഴ ട്രിപ്പ് ശരിക്കും ഫാമിലിന്റെ കൂടെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ട്രിപ്പാണ്.
പിന്നെ നമുക്ക് അവിടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വീട്ടിലൊക്കെ നിന്ന് അവരെയും കണ്ട് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി. കാരണം എല്ലാരെയും കൊണ്ടാണല്ലോ വരുന്നത്. അപ്പൊ അമ്പലങ്ങളിൽ പോവാന്നുള്ളതാണ് അമ്മമാരുടെ ഒക്കെ ഒരു മെയിൻ ഇത്. അപ്പൊ ഓലെയും സന്തോഷപ്പെടുത്തും. അതേപോലെ തന്നെ അച്ഛന്മാരെയും ഞങ്ങള് പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ ബോട്ടിങ്ങും. അങ്ങനെ ഒരു ട്രിപ്പാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ആ ഒരു ട്രിപ്പ് ഉണ്ട്. ആലപ്പുഴ പോയി കഴിയുമ്പോ ചെട്ടികുളങ്ങര അമ്പലം, അവിടെയൊക്കെ ഓച്ചിറ, ചെട്ടിക്കുളങ്ങര, അങ്ങനെ കുറെ അമ്പലങ്ങൾ അടുത്തടുത്തുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ട്രിപ്പാണ്. അപ്പൊ അത് ശനിയാഴ്ച ഫെബ്രുവരി 2 ശനിയാഴ്ച നമ്മള് ചെട്ടികുളങ്ങര അല്ലെങ്കിൽ നമ്മുടെ ഓച്ചിറ അവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും. ചിലപ്പോ ഈ വീഡിയോ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഈ വീഡിയോ ഒക്കെ വരിക. കാരണം ഓരോ ദിവസം എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ലാഗ് ആവും നമ്മുടെ വീഡിയോ. ലാഗ് എന്ന് വെച്ചാൽ സമയം ലാഗ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക. നമുക്കിവിടെ ടേൺ ചെയ്യാനുണ്ട് ടാറിനേട്ടാ കുറച്ച് കഴിയുമ്പോ. നമ്മളിപ്പൊ പോകുന്നത് കറുക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെയാണ്, ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെയാണ്. നല്ല റോഡുകളാണ്, സൈഡിൽ ഒരുപാട് ജാതിക്കേന്റെ മരം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഹൈവേയിലൂടെ എപ്പോഴും പോകുമ്പോഴും ഇതിനുള്ളിലേക്കുള്ള സ്ഥലമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാറില്ല ശരിക്കും പറഞ്ഞാൽ. അതെ, ഇഷ്ടംപോലെ ജാതിക്കുണ്ട് ഓരോ വീട്ടിലും. മാവും ജാതിക്കയും. അതായത് ഹൈവേ കുറച്ച് ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ അടിപൊളി ഗ്രാമങ്ങളാണല്ലേ. ഒരുപാട് ദൂരം ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യം പറ്റുന്ന എല്ലാ സാധനങ്ങളും എല്ലാ വീടുകളും, വാഴയാണേലും വാഴ. ഇപ്പൊ നമ്മള് തൃശ്ശൂർ സിറ്റി അല്ലെങ്കിൽ മറ്റേ എറണാകുളം ഈ ഭാഗത്ത് എന്താ പേര് അങ്കമാലിയിലെ അങ്കമാലിന്റെ ആ സിറ്റിന്റെ ഉള്ളിൽ കൂടെ പോയ ഉള്ളിലേക്ക് ഇങ്ങനത്തെ വീടുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കാരണം നമ്മൾ ഇവിടുത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ടും വെറും റോഡിൽ കൂടെ മാത്രം പോയി പരിചയമുള്ളത് കൊണ്ടും ഉള്ളിലേക്കുള്ള വിശേഷങ്ങളൊന്നും അറിയില്ല. കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും അടിപൊളി സ്ഥലങ്ങളാണല്ലേ. ഒരുപാട് ജാതിനമാരുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഇടുക്കിയിലും അതുപോലെ കോഴിക്കോട് അല്ലെങ്കിൽ വയനാട് ആ ഭാഗങ്ങളിലൊക്കെയാണ് ജാതിയൊക്കെ ഒരുപാട് ഉള്ളതെന്നുള്ളത്. ഒരുപാട് ജാതി മരങ്ങളുണ്ട് ഇവിടെ. ലെഫ്റ്റ് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടല്ലേ. പുളിയും പ്ലാവ് കുരുമുളകൊക്കെ അവിടെ ഉണങ്ങാനിട്ടുണ്ട്. റബ്ബറും ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. പങ്കമാലിലെ എല്ലാം ഉണ്ടെന്ന് പറയാം. എല്ലാം കൃഷി ചെയ്യുന്ന ഒരു നല്ലൊരു കാർഷിക ഗ്രാമം തന്നെ ഈ സ്ഥലത്തിനെ പറയാം കേട്ടോ. ഏകദേശം നമ്മൾ ആ ചേച്ചിയുടെ വീട് എത്താനായിട്ടോ 500 മീറ്റർ കൂടെ ഉള്ളൂ. നല്ല തെങ്ങും തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ. തേങ്ങക്കൊക്കെ ഇപ്പൊ ഉണ്ടാകാല്ല. പശുക്കളൊക്കെ പുല്ല് കഴിച്ചുകൊണ്ട് കിടക്കുന്നു. ഇത് പാടാണ് തോന്നുന്നു. ഇപ്പോഴും പറയാറില്ലേ, ചെറു റോഡുകളിൽ കയറുമ്പോ പോലും റോഡുകളെ എല്ലാം ഒന്നെങ്കിൽ ഇന്റർലോക്ക് ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടാർ റോഡ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡ്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഇത് ഉൾ റോഡുകളാണ്, കുഞ്ഞു കുഞ്ഞു റോഡുകൾ. ഏതാ വീട്? ചേച്ചിനെ വിളിച്ചിട്ട് പുറത്തിറങ്ങാൻ പറഞ്ഞാലോ. അപ്പൊ നമ്മള് ചേച്ചീന്റെ വീട്ടിലെത്തി. കുറച്ച് മുന്നിക്ക് പോയിരുന്നു. അപ്പൊ വണ്ടി ഒന്ന് തിരിച്ചിട്ട് പോവാണ്. ചേച്ചി വീടിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടോ എവിടെയാണ്. നല്ല റോഡും നല്ല സ്ഥലങ്ങളിലെ നിരന്ന സ്ഥലം. ഇതാണ് ചേച്ചീന്റെ വീട്. ആഫ്രിക്കയില് എവിടെയൊക്കെ നടക്കുന്നത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇങ്ങനെ. ഞാൻ ശരിക്കും എഞ്ചിനീയർ ആണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് ഇപ്പൊ.
ഞാൻ പറയാ മറ്റേ നമ്മുടെ ബിജു ബ്രോ ഇല്ലേ അതുപോലെ, കാരണം ഒരു നാച്ചുറലി ആയിട്ടുള്ള അതാണ് നമുക്ക് വേണ്ടത്. അതില് കോപ്രായങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് നാച്ചുറൽ അതാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മള് എല്ലാവരും ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടാനും കാരണം അതാണ്. സത്യസന്ധമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇഷ്ടം. അതാണ് വേണ്ടാതെ നിലനിൽക്കും. അതിങ്ങനെ ഉയർന്ന് ഉയർന്ന് വരും. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാട്ടോ. ചേച്ചീനെ കണ്ടു, ഞങ്ങള് വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചു. അപ്പൊ ചേച്ചിക്ക് എന്താ ഞങ്ങളെ പറ്റി പറയാല്ലേ? ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, വളരെ സത്യസന്ധമായ ഒരു യൂട്യൂബറാണ് കേട്ടോ ഇവര്. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇവരെ. സന്തോഷായില്ലേ? ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. എന്റെ മോളെ പോലെ തന്നെ. അപ്പൊ ഞങ്ങള് ഇറങ്ങാം, ഇനി കാണാം. ഇതിപ്പോ തൃശ്ശൂർ അടുത്താണല്ലോ. അങ്ങനെ നമ്മള് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ പോയാല്. 38 വർഷമായിട്ട് ഇന്ത്യൻ ആർമിയിലെ BSF ഒരു ജവാന്റെ വീട്ടിലാണ് നമ്മൾ പോയത്. ഒത്തിരി അഭിമാനം തോന്നി. ഒരു വീട്ടിൽ പോയത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് തിരിച്ചു പോകുമ്പം ഇവിടെ കയറണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചേച്ചീൻ്റെ DP ആയിരുന്നു കേട്ടോ. ആ DPയിൽ ഒരു ഇന്ത്യൻ ആർമി ജവാന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, നമ്മളെ വിളിച്ച ഒരു ജവാന്റെ വീട്ടിൽ നിന്നാണ്, എന്തായാലും ഇവിടെ പോകണം. നമ്മളൊരു ജവാന്റെ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അളിയൻ ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് വന്ന് ഫയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ജയശേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല, ഓരോ ഇന്ത്യൻ ആർമി ജവാനും നമ്മൾ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉണ്ട്. എത്രമാത്രം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ കൊടുക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കൊടുക്കേണ്ടതാണ് ഇന്ത്യൻ ആർമിയിലെ ഓരോ ജവാനും. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു. സാറ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് തരുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം ഇവിടേക്ക് വരാൻ പറ്റിയതിലൊക്കെ. അപ്പോൾ ചേട്ടൻ നാളെ വരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ജസ്റ്റ് മിസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറഞ്ഞത് വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ്. അപ്പോൾ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ലീവിന് വന്നിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ വരാൻ, ഞങ്ങൾ പോണതിന് മുമ്പ് വരാൻ പറഞ്ഞു. അപ്പോൾ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി നേരെ അടുത്ത തൃശ്ശൂരിലേക്ക് തിരിക്കുക കേട്ടോ. അപ്പോ തൃശ്ശൂരിൽ നമ്മളിനിയും ആദ്യം കാണാൻ പോണത് സുവോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സുവോളജിക്കൽ പാർക്കാണ്. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പാർക്കാണ് അത്. അതെ, അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ ഫസ്റ്റ് പിടിക്കണേ. അപ്പൊ അവിടെ കടുവയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ അന്നേട്ടൻ പറഞ്ഞു. അന്നേട്ടൻ പറയല്ല, അവിടെ അതുണ്ട്. നമുക്ക് പോയി കാണാട്ടോ എങ്ങനെയാണ് നോക്കാം. ഇപ്പൊ നട്ടുച്ച ആവാനായി, വെയിലാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ സുവോളജിക്കൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അപ്പുറം ഭാഗത്താണ് ഓപ്പൺ ആക്കി. കൊറേ പണി അവിടെ നടന്നോണ്ടിരിക്കുവാന്നെ. തിരിച്ചു പോരുക. ഈ വണ്ടി ഞങ്ങളെ മുന്നിലുണ്ടായിരുന്നു. നമുക്ക് എന്താ അവസ്ഥ അവിടെ അല്ലേ? അപ്പൊ ഇത് ഓപ്പൺ ആയിട്ടില്ല തോന്നണം കേട്ടോ. ഞങ്ങൾ തിരിച്ചു ഒന്നും കൂടി അപ്പുറം പോയി നോക്കാണ്. നെറ്റിൽ നോക്കിയപ്പോ ഓപ്പൺ കണ്ടിരുന്നു. എന്താ നോക്കാം. അതെ, പാർക്കിന്റെ ആ ഒരു രീതിക്ക് വന്നിട്ടില്ല. എന്തൊക്കെയോ ആൾക്കാർക്ക് വേണ്ടി, സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഇതിന് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കേട്ടോ. ഓപ്പൺ അല്ല. ഓപ്പൺ ആണ് തന്നെ ഇവിടെ ആരെങ്കിലൊക്കെ വരും. ഒരുപാട് മൈലാഞ്ചി ചെടികൾ ഈ കോമ്പൗണ്ട് വാൾക്കൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി തന്നെയാണിത്. ഇവിടെ എന്താ ആനേനെ എന്തോ കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ തോന്നുന്നു. ഒരു വലിയ ലോറിയിൽ മരമൊക്കെ കണ്ട്. എന്തായാലും ഓപ്പൺ അല്ല എന്നാണ് തോന്നുന്നത്. പുറത്തൊക്കെ ലോക്കിട്ട് പൂട്ടിയേക്കാം. ഇത് ഓപ്പൺ ആവുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അതെ, കുഴപ്പമില്ല. ഇവിടെ വന്ന് കാണാൻ പറ്റുന്നു. എവിടെ? അതൊന്നും ബേക്കട്ടെ. ഐ ലവ് സൂ. ഇതൊക്കെ ഒക്കെ സെറ്റായി വരുന്നുള്ളൂ തോന്നണേ. അപ്പൊ അങ്ങനെ
ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ നമ്മള് ചെറുതായിട്ടൊന്ന് ചമ്മി. പണികളൊക്കെ തകൃതി നടക്കുന്നുണ്ട്. അതെ, പക്ഷെ നമ്മൾ വരാൻ കാരണേ ഗൂഗിളിൽ കണ്ടു, നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഓപ്പൺ എന്ന് കണ്ടു. അതുകൊണ്ടാണ് മറ്റേ ആ കാറുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാരും അത് നോക്കിയിട്ട് തന്നെയാ വന്നിട്ടുള്ള. നോ എൻട്രി എഴുതിച്ചിട്ടുണ്ട് അവിടെ. 2020 കമ്പ്യൂട്ടേഷൻ ഒക്കെ പറയുന്നുണ്ട്. ആയിരിക്കണം. ഇപ്പൊ മൃഗങ്ങളെ കൊണ്ടുവരെയും മൃഗങ്ങൾക്ക് വേണ്ട ആവാസ വ്യവസ്ഥകള് വ്യവസ്ഥയൊക്കെ ഒരുക്കിയതിന് ശേഷമായിരിക്കും നമ്മുടെ വിസിറ്റേഴ്സിനൊക്കെ ഉള്ളിലേക്ക് അലൗഡ് ആക്കുള്ളൂ. ആക്കാൻ സെറ്റ് ആവേണ്ടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. നടക്കുന്നുള്ളൂ. അതെ, എന്തായാലും നമ്മുടെ അടുത്ത വരവിന് കാണാൻ പറ്റിയായിരിക്കും. അപ്പൊ തൃശ്ശൂര് റൗണ്ടിലേക്ക് പോവാണ്ട് നമ്മള്. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അതിലേക്ക് പോയി ഒക്കെ ഒന്ന് വരാം. കരുണാകരൻ സ്മാരകമാണ് കേട്ടത് ഇപ്പൊ നമ്മള് കണ്ടത്. ഇതാണ് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരിലുള്ള. അപ്പൊ അമ്പലത്തിന്റെ ആ ഒരു എൻട്രൻസ് ഒക്കെ നമ്മൾ കണ്ട്. എന്തായാലും ഞാൻ അത് കാണിക്കാം ശരിക്കും. നമ്മള് സ്വരാജ് റൗണ്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിന്റെ മതിലിന്റെ പണി, സൗന്ദര്യവൽക്കരണമാണ്. നമ്മള് തൃശ്ശൂർ റൗണ്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഫസ്റ്റ് ഇതൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഞാൻ ഈ തൃശ്ശൂര് റൗണ്ടിൽ വന്നിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ചാല് +2 കഴിഞ്ഞ ശേഷം ഇവിടെ ഒന്ന് എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ, അഗ്രികൾച്ചറിന്റെ. അതിൽ കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്കും എനിക്ക് എഞ്ചിനീയറിംഗിന്റെ ഇത് വന്നിരുന്നു, സീറ്റ് വന്നിരുന്നു. ഞാൻ ഭയങ്കര മണ്ടത്തി ആയതുകൊണ്ട് ആദ്യം ഞാൻ എഞ്ചിനീയറിംഗ് പോയി ചേർന്നു. ഇല്ലെങ്കിൽ എനിക്ക് വല്ല അഗ്രികൾച്ചറിലൊക്കെ കയറാൻ പറ്റും. അഗ്രികൾച്ചറിൽ കയറാൻ പറ്റില്ല, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു. ജസ്റ്റ് മിസ്. അപ്പൊ നമുക്ക് ഇതിലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഇതിന്റെ എല്ലാ ഭാഗത്ത് നോക്കിയാലും ഒരേപോലെ തന്നെയാ അല്ലേ. ശരിക്കും റൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിപ്പോവും. അമ്പലത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള വലിയ വലിയ മരങ്ങളൊക്കെ അല്ലേ ഇതിന്റെ ഉള്ളില്. നല്ല തണലുണ്ട്, ഒരു ചൂടറിയുന്നില്ല. ചൂടറിയുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഉള്ളിൽ കണ്ടില്ല ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഇരിക്കുന്നു നല്ല മരത്തിന്റെ ചൂട്ടിലൊക്കെ. നഗരത്തിന് നടുവിൽ ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലമല്ലേ. സ്ഥലം ശരിക്കും എല്ലാ നഗരങ്ങളുടെ നടുവിൽ ഇങ്ങനത്തെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണല്ലേ. കുഞ്ഞു കുഞ്ഞു മരങ്ങൾ കൊണ്ടും പച്ചപ്പ് കൊണ്ടും നല്ല ഇടമായി മാറുന്നത്. നെഹ്റു പാർക്ക്. നല്ല മതിലുകൾ ഇതുപോലെ ഫുള്ള് കെട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പുറത്ത് പണി എടുക്കുന്നുണ്ട് നമ്മള് പോകുന്ന ആദ്യം കയറിയ ഭാഗത്ത്. അപ്പൊ നമ്മള് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു പരിസരത്തേക്ക്, അതായത് ഈ എല്ലാരും ഇരിക്കുന്ന ഈ ഒരു പാർക്കിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ റോഡ് നിൽക്കുന്ന ഭാഗത്ത് നല്ല വെയിലുണ്ടല്ലേ, പക്ഷെ മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നല്ല തണുപ്പാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കയറ്റാം. ആ ഒരു ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് കയറ്റിക്കോ. അതാ പോവാം.
അങ്ങനെ നമ്മൾ നമ്മുടെ കേരള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വയനാട്, കാസർഗോഡ്, കണ്ണൂർ അങ്ങനെ പോയി നമ്മൾ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ടച്ച് ചെയ്തിട്ടില്ല എന്ന്. ടച്ച് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ വടക്കുംനാഥൻ്റെ മണ്ണിലാണ് കേട്ടോ. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരണം, ഇതൊക്കെ ഒന്ന് കാണണം. ഞാൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് ഒരു വട്ടം പരീക്ഷയ്ക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷെ അന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ വരണം എന്നുള്ളതും ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. പിന്നെ നമ്മൾ തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ ആണല്ലോ ഓർമ്മ വരിക. ഒട്ടുമിക്ക ആൾക്കാർക്കും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ് ഓർമ്മ വരിക. അപ്പോൾ ആ ഒരു തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള വലിയ ഒരു അമ്പലമാണ് ഇത്. നട അടച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ട് ഇവിടെ എത്തിയപ്പം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഒരുപാട് സ്പേസ് ഉള്ള ഒരു ക്ഷേത്രമുറ്റാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വടക്കുംനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ നമ്മളിനി ഈ സ്വരാജ് റൗണ്ടിലൂടെ നടക്കാം. മനോഹരമായ കാഴ്ചകൾ, വലിയ മരങ്ങൾക്ക് ചുവട്ടിലൊക്കെ ആളുകൾ വിശ്രമിക്കാൻ ഇരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വടക്കുംനാഥൻ്റെ ഈ ഒരു മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും തിരക്കേറിയ ഒരു നഗരത്തിന് നടുവിൽ ഇങ്ങനൊരു സ്ഥലം, അത് മറ്റെവിടെയും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് തൃശ്ശൂർകാർക്ക് കേട്ടോ. തൃശ്ശൂർകാർക്കെന്നല്ല, നമ്മൾ മലയാളികൾക്കോ ഇന്ത്യയിലെ എല്ലാവർക്കും തന്നെ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾ ഇവിടെ വരുന്നതാണ്. അപ്പം നമ്മൾ കണ്ടോ, ഇവിടെ ഒരു ആൽമരത്തിൻ്റെ തറയിൽ കുറേ കൊക്കുകൾ വന്നിരിക്കുന്നു. ഒരു എന്താ നമുക്ക് മറ്റെവിടെയും കിട്ടാത്തൊരു ഫീലിങ്സ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ തണൽ വിരിച്ച മരങ്ങൾ തരുന്ന, അല്ല ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അമ്പലത്തിൻ്റെ വാസ്തു വിദ്യ, അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്നത്. കുയിലിൻ്റെ കൊച്ച നോക്കി. അതെ, ഇതിനുള്ളിൽ കുയിലിൻ്റെ ശബ്ദം, മരങ്ങളുള്ളതുകൊണ്ട് കേട്ടോ ഒരുപാട് കിളികളും കുയിലും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മരങ്ങളുള്ളതാണ്. അതുകൊണ്ട് മരങ്ങളെ ഏറ്റവും കൂടുതൽ വെച്ചുപിടിപ്പിക്കാൻ പറയുന്നതിന് പ്രധാന കാരണം അതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിശ്രമിക്കാൻ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ശ്രമിക്കുക ഐസ്ക്രീം കഴിക്കണം എന്നൊരാഗ്രഹം. നല്ല ചക്ക ഐസ്ക്രീം. അതെ. അങ്ങനെ നമ്മൾ തൃശ്ശൂരൊക്കെ പിന്നിട്ട് ഇപ്പോൾ ഭാരതപ്പുഴേൻ്റെ പാലത്തുകൂടിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം നാടായ മലപ്പുറത്തിലേക്ക് അല്ലേ. ഭാരതപ്പുഴ അങ്ങ് അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡിന്റെ സൈഡില് അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം വികസനത്തിന്റെ പാതയിലാണ്. പാതയല്ല, വികസിച്ചു. ഞങ്ങളുടെ ഇന്ത്യ ഒരു വികസനത്തിന് ഏകദേശം എല്ലാ റോഡുകളും നന്നായിട്ടുണ്ട്. പോക്കറ്റ് റോഡുകളാണെങ്കിലും മെയിൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അതെ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ആയി തുടങ്ങി. അതെ, ഇനി മനുഷ്യരുടെ ജീവിതം പല ഭാഗങ്ങളിലും കൊറേയൊക്കെ മനുഷ്യന്മാരുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളില് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറഞ്ഞാൽ വിരുന്നാര് വരും നമ്മുടെ വീട്ടില് അല്ലെ. പണ്ട് കാലത്ത് വിരുന്നാര് വരുമ്പോ എങ്ങനെയാണ് നമ്മുടെ വീട്ടില് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ എൻജോയ്. പക്ഷെ ഇപ്പൊ എല്ലാരും കൂട്ടി പുറത്തു പോകുന്നു, ഔട്ടിങ്ങിന് പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പൊ വിരുന്നുകാര് വരണമെന്നില്ല, ഫ്രീ ടൈമുകളിൽ എല്ലാവരും പുറത്തു എൻജോയ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ലൈഫും ചേഞ്ച് ആയിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളിൽ പണ്ട് സ്കൂളുകളിൽ നിന്നായിരുന്നു നമ്മൾ ടൂർ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഫാമിലികള് എല്ലായിടത്തും ഈ എന്താ പറയാ ഓർഗനൈസേഷനുകൾ ഉണ്ടാക്കിയേക്കാണ്. അതേപോലെ നമ്മളിപ്പോ പോയ ഒരുപാട് അസോസിയേഷനുകള്, ഗ്രാമങ്ങളിൽ പോലും അസോസിയേഷൻ ഉണ്ടെന്നുള്ളതാണ്. അവര് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുന്നു, അവര് യാത്രകൾ സംഘടിപ്പിക്കുന്നു, വയോജനങ്ങളുടെ യാത്രകള്,
പ്രായമായ ഞങ്ങൾ പോയ പല ടൂറിസ്റ്റ് പ്ലേസുകളിലും അതെ നമ്മള് കൊറേ പേരില്ലേ ബസ്സുകളിലാ വരുന്നത്. ബസ്സുകളിൽ വന്നിറങ്ങി അവർ എൻജോയ് ചെയ്ത് തിരിച്ചു പോകും. കുട്ടികളൊന്നും ഇല്ല കേട്ടോ. ഇവര് ഈ ഒരു ഗവൺമെന്റ് സംവിധാനത്തിലുള്ള ആരൊക്കെയോ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അത് എന്തിന്റെയാണെന്ന് എനിക്കല്ല, ഈ വയോജനങ്ങളുടെ, ഞങ്ങൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ വയോജനങ്ങളുടെ എന്തോ ഒരു ഇത് പറഞ്ഞു, എനിക്കത് പറഞ്ഞ് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ ഇതിലാണ് വന്നതെന്ന് പറഞ്ഞത്. അപ്പൊ അത് ഒരു ഗവൺമെന്റിന്റെ ഒരു ടാഗൊക്കെ ഉണ്ട് ആ ചേച്ചിമാരെ ഇതില്, അവരാണ് കൊണ്ടുവരുന്നത് ഇവരെ. അപ്പൊ വയോജനങ്ങളെ ഹാപ്പി ആക്കുക, അവരെ പുറം ലോകത്തേക്ക് എത്തിക്കുക, അവർക്ക് സന്തോഷം കണ്ടെത്തുക, അങ്ങനെ പല രീതിയിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. ഞങ്ങൾ ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് കാര്യമാണ്. കേരളം പഴയ കേരളമല്ല, കേരളം ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ആളുകളുടെ മെന്റാലിറ്റി ഒക്കെ മാറിയിട്ടുണ്ട്. ഇടുക്കിയിലേക്കൊക്കെ പോയപ്പോ ഇപ്പോഴും ഇടുക്കി അത്രയ്ക്ക് അങ്ങ് ആയില്ല എന്നാണ് നമ്മുടെ. അത് ഫുൾ കർഷകരാണല്ലോ, ആ ഒരു കർഷക മൈൻഡിലാണ് എല്ലാവരും. പക്ഷെ എന്നാലും അവിടെ കുറെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോ അവര് പറഞ്ഞു വെച്ചാല് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്കും ആളുകൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇടുക്കി എന്നുള്ള സ്ഥലത്തിന് ആൾക്കാർ മാറിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതാ എന്താണെന്നറിയില്ല. അത് അവിടെ മാറും, ടൈം എടുക്കും, കുറച്ചുകൂടെ സമയം എടുക്കുമെങ്കിൽ അവരും മാറും. അവര് ശരിക്കും പ്യുവർ കർഷകരാണ്. അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പൊ ഞാനവിടെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞാല് ഇവരുടെ പാരന്റ്സ് ഒക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവരുടെ കാട് വെട്ടിപ്പിടിച്ച് അവര് ഉണ്ടാക്കിയെടുത്ത അവരുടെ സ്വത്താണ്. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സമ്പാദ്യം കൂട്ടി വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെയാണ് അങ്ങോട്ട് മലയോര മേഖലയിലേക്ക് ചെല്ലുമ്പോഴുള്ള ആളുകളുടെ സിറ്റുവേഷൻ. പക്ഷെ നമ്മളും മലയോര മേഖലയാണ്, പക്ഷെ അവിടെ ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങ് ഡെവലപ്പായി പോയെന്നല്ല. ഇപ്പൊ ആൾക്കാർ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ലൈഫ്, നമ്മൾ ഇന്നത്തെ ഈ കഴിഞ്ഞു പോയ ട്രിപ്പിൽ ആളുകളുടെ ജീവിതം, അവരുടെ ലൈഫ് എന്താണെന്ന് നമ്മൾ നേരിൽ കാണുകയും നമുക്ക് മനസ്സിലായ കാര്യങ്ങളും ആളുകളോട് സംസാരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് എന്താണെന്നുള്ളത്. അവിടെ അടുത്ത് മലപ്പുറത്തുള്ളൊരു റോഡ്, എന്താ റോഡുള്ളത്, കൃതവേൽ മനോഹരമായ ഹൈവേ. വണ്ടി ചവിട്ടി വിട്ടാണ്ടല്ലോ, നമുക്കിവിടെ ഒരു ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് വാഹനം ഓടിക്കാൻ വേണ്ടി. ലിമിറ്റ് ഇല്ലെങ്കിൽ പറന്നു മാറിയൊക്കെ പോകും വണ്ടി. എന്ത് ഭംഗിയല്ലേ, എന്ത് ഭംഗിയാ റോഡ്, നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ഷെയ്ക്ക് പോലില്ല എന്നുള്ളതാണ്. വണ്ടീനെ ഇറങ്ങി പോവാ. റോഡ് ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല, വൺ സൈഡായിട്ട് മാറി വൺ വേ ആയി കേട്ടോ. ഇപ്പൊ ഈ ചുമരുകൾ കണ്ടോ, മണ്ണിടിയാതിരിക്കാൻ വേണ്ടി അതിൽ പ്ലാസ്റ്റർ ചെയ്യുന്ന സംവിധാനം വന്നു. നമ്മൾ ആ റോഡൊന്ന് കാണിച്ച് ഈ ചുമരുകൾ കണ്ടോ, ഈ ചുമരുകളൊക്കെ ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി പോലെ ഇത് പ്ലാസ്റ്റർ ചെയ്യുക. പ്ലാസ്റ്റർ മെഷീൻ വെച്ചിരിക്കുമോ ഇതിലേക്ക് അടിച്ചിടുന്നുണ്ട് കോൺക്രീറ്റ്. കണ്ടോ, ഈ മണ്ണിടിഞ്ഞ് വീടായിരിക്കാൻ വേണ്ടി, മഴ നനഞ്ഞ് മണ്ണിടിഞ്ഞ് വീടായിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകതരം കോൺക്രീറ്റിംഗ് സംവിധാനം ചുമരുകളിലേക്ക് വന്നിട്ടുണ്ട്. ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്യൂച്ചറിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഗ്യാരണ്ടിയുള്ള റോഡിലായിരിക്കും. റോഡിന് ഗ്യാരണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വാളിറ്റിയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മള് മലപ്പുറം വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേച്ചീനെ കാണാനുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് കണ്ട് മലാവിന്ന് മുതലേ റൈറ്റ് അല്ല മുന്നിലേക്ക് മലാവി മുതലേ നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ആ ചേച്ചീനെയും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഈ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് ചേച്ചിയാണ് പുറത്ത് വന്ന് നിൽക്കുന്നത്.
പോയോ? എല്ലായിടത്തും പോയോ? എല്ലാവരും പോയി. ഇതാരാണ്? നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ചേച്ചീൻ്റെ ഫാമിലിയും. അപ്പോൾ അവർക്ക് ഫാമിലിപരമായിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതായത് പരമ്പരാഗതമായിട്ട് അവർ അച്ഛൻ്റെ കാലം മുതലേ ഈ നമ്മുടെ സ്വർണ്ണ കടകളിലേക്ക്, ജ്വല്ലറികളിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന മെഷീനറീസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. മെഷീനറീസ് മാത്രമല്ല, വേറെ കാര്യങ്ങളും ഒക്കെ, അതായത് ഗോൾഡ് അല്ല, അല്ലാതെയുള്ള മെഷീനറീസ്, മുത്തുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ജ്വല്ലറി തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ, എക്യുപ്മെൻറ്റ്സ് എന്തെല്ലാം ആവശ്യമുണ്ടോ, അങ്ങനത്തെ എല്ലാ എക്യുപ്മെൻറ്റ്സും എത്തിച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അവരുടേത്. അപ്പോൾ വാളാഞ്ചേരി തന്നെയാണ് ഈ ഒരു ഷോപ്പുള്ളത്. അവരുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പുള്ളത്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ മിറേഴ്സും ലൈറ്റും കാൽക്കുലേറ്ററും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊരു ജ്വല്ലറി പോകുമ്പോൾ എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അതെല്ലാം എല്ലാ ജ്വല്ലറികളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണിത്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ വലിയ ജ്വല്ലറികളിലേക്കും, പേരെടുത്ത് പറയാത്തത് ആ ഒരു ജ്വല്ലറിനെ മാത്രം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ജ്വല്ലറികളിലേക്കും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവരാണ് എത്തിച്ചു കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് റോഡ് പണിയാണ്, നമ്മളെപ്പോഴും കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ഒരു സൈഡിലുള്ള റോഡ് ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ട് നിങ്ങൾക്ക്? കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടോ, അങ്ങനെ കാണാൻ പറ്റില്ല. കുറച്ച് ഇതൊക്കെ ടാർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മെഷീൻസാണ്. ന്യൂ ടെക്നോളജി ആട്ടോ കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നത്. പഴയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ടാറിംഗ് പരിപാടി എവിടെയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കോട്ടക്കൽ പോണ വഴിക്ക് കണ്ടൊരു നെൽപ്പാടായിട്ട് നമ്മൾ ഈ ഊട് വഴി, അതായത് ഗ്രാമത്തിലൂടെയുള്ള വഴികളിലൂടെ പോകുമ്പോഴായിട്ട് നമുക്ക് ഈ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല പൊന്നിൻ കതിരണിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറയാം അല്ലേ, അതുപോലെ നിൽക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇതിന് അത്രയും മനോഹരമാണ് കേട്ടോ. പാടം, നെല്ല്, നെൽകൃഷിയൊക്കെ കുറച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലേ. കൊറേ ഭാഗങ്ങളിൽ നമ്മള് നെൽകൃഷി കണ്ടു. നല്ല മഞ്ഞച്ച് നിക്കുക. അതൊക്കെ കൊയ്യാനായ പാടാണ് കേട്ടോ, ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിട്ട്. അതെ, ഇതുണ്ടോ നടപ്പാത ഉണ്ടോ, ആൾക്കാർക്ക് ഇതിന്റെ കൂടെ പോയി ഇങ്ങനെ പാടൊക്കെ കണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ വണ്ടികളൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കോട്ടക്കലത്തെ ബിസിനസ് എക്സ്പോ 2024 അതിന്റെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഗൂഗിൾ ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കിനും ഗൂഗിൾ ചേച്ചി അപ്പുറത്തുകൂടെ വഴി ഇപ്പുറത്തുകൂടെ വഴി അറിഞ്ഞോണ്ട് വരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതില് ഗൂഗിൾ ചേച്ചിന്റെ അച്ഛൻ വരും. എന്റെ സൗണ്ട് ഒക്കെ കുറച്ച് കടുകട്ടി ആയിട്ടുണ്ടാവും കേട്ടോ, സൗണ്ട് ശരിയായിട്ടില്ല. ഓ, ജെയിന്റ് വീലൊക്കെ ഉണ്ട്. ഈ ജെയിന്റ് വീലിൽ കയറിയ കഥയൊന്നും ഇപ്പൊ പറയണ്ട. ജെയിന്റ് വീലിൽ കയറിയും കൊണ്ട് ഇപ്പൊ ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല. ലിഫ്റ്റ് കയറാൻ പറ്റില്ല, വണ്ടി പോയിട്ട് സ്പീഡിൽ ഇറക്കിറങ്ങാൻ പറ്റില്ല. ചെറിയ ഇറക്കിറങ്ങാൻ മതി, അമ്മേന്ന് പറഞ്ഞിരിക്കും. ഏതെങ്കിലും കയറ്റം കയറിയിട്ട് ഇറങ്ങേണ്ട സീൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞു. അതെ, പിടിച്ചിരിക്കലാണ് വണ്ടിയില്. ഇതിന് എല്ലാം കാരണമായിട്ടുള്ള അരുണേട്ടനും ജിനു ഉണ്ട്. ജിനുവിനെ ഞാൻ പിന്നെ നാട്ടിൽ ചെന്നിട്ട് കാണാന്നുള്ള രീതിയിലാണ് നിക്കുന്നത്. പിടിച്ചു കയറ്റിയതാണ് ഇവർ രണ്ടുപേരും. പേടി പോകുന്നും പറഞ്ഞ് ഇപ്പൊ അതിലേറെ വലിയ പേടിയായിട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ. എന്തോ ആമേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ഭംഗിയല്ലേ. ബോർഡാണല്ലോ, അണ്ടർ വാട്ടർ ഗ്ലാസ് തുരങ്കം. വെറുതെ ആൾക്കാർ ഇവിടെ ഇത്രയും ആൾക്കാർ വന്നേക്കുന്നേ. നമ്മള് സ്ട്രേറ്റ് നമ്മുടെ എടവണ്ണപ്പാലട്ടോ. എടവണ്ണയില് ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഉണ്ട്. ഇവിടെ എല്ലാവരും ഈവനിങ് ആയാ വന്നിരിക്കും. നല്ലൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. റോഡ് ഉണ്ട്, എന്നാലും ഫാമിലി ആയിട്ട് ആൾക്കാർ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വന്നിരിക്കാം, ഐസ്ക്രീം ഒക്കെ കഴിച്ചാൽ ചായ കുടിച്ച് ഫാമിലി ആയിട്ട് ആൾക്കാര്. ഇവിടെ അടുത്ത് തട്ടുകടകളൊക്കെ ഉണ്ട്. പ്രത്യേക അനുഭൂതി കേട്ടോ. അതെ, അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ മഞ്ചേരിയൊക്കെ കഴിഞ്ഞ് നിലമ്പൂരൊക്കെ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു കുറേ ദിവസത്തെ യാത്ര, 10-12 ദിവസത്തെ യാത്രയായിരുന്നു ഏട്ടാ. ഇനി ഒരു 2 ദിവസം നീണ്ടു നിന്ന ഒരു ഓൾ കേരള ട്രിപ്പ്. അതെ, വളരെ ഭംഗിയായിട്ട് അത് പര്യവസാനിച്ചു എന്ന് പറയാം.
കാണാൻ പറ്റുന്ന എല്ലാവരെയും കണ്ടു, സന്തോഷം. പിന്നെ എന്താ പറയാ, പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമ്മുടെ മലപ്പുറത്തിലെ തേക്ക് മ്യൂസിയം, കാനാലിപ്പോട്ടും ഒക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയം ആണ്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകേണ്ട സ്ഥലങ്ങളൊക്കെ. അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. തേക്ക് മ്യൂസിയം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യും, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, എന്ത് ഞങ്ങൾ കണ്ടു, എന്തെല്ലാം മാറ്റങ്ങൾ ആണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു വീഡിയോ. വിഷ്വലും പറ്റാവുന്ന വിഷ്വൽസൊക്കെ ചേർത്ത് കാണിക്കും. ഉളപ്പാട് ഞാൻ പഠിച്ച, സുമി പഠിച്ച മുണ്ടേരി സ്കൂളും ഞാൻ പഠിച്ച ഉളപ്പാടം ഗവൺമെന്റ് സ്കൂളും, 2 ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. ആ 2 സ്കൂളും നമ്മുടെ ഹോസ്പിറ്റലും ഒക്കെ എന്താണ് സ്ഥിതി എന്നുള്ളതും കൂടെ ഞങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും. വന്ന മാറ്റങ്ങള്, കാരണം നമ്മള് പഠിച്ച സ്കൂളാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെല്ലാം മാറ്റം ഇവിടെ വന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ സ്കൂളുകളൊന്നും പോയിരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഹോസ്പിറ്റലും അവിടെ എന്തെല്ലാം മാറ്റം വന്നു എന്നുള്ളതും നമുക്ക് കാണിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി ബാക്കി നമുക്ക് കാണിക്കാനുള്ളത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെത്തിട്ടോ, ഉപ്പട ആനക്കല്ലിൽ എത്തിയിട്ടുണ്ട്. ആനക്കല്ലിൽ എത്തുന്നു. ആനക്കല്ലിന്റെ തൊട്ട് മുന്നേറ്റാ ഞങ്ങളെ വീട്. നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് പ്രത്യേക ഒരു ഫീലല്ലേ. നമ്മള് ചിന്തേച്ചിയിലായിരുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് കട്ടാപ്പില്ല കാണ്ടെത്തുമ്പോ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഫീലാണ്. അതേപോലെ തന്നെ ഞങ്ങൾ പറയും ചെയ്യാറുണ്ട്, നമ്മള് നാട്ടില് ഏലയും പോയി നമ്മളെ വീടിന്റെ അടുത്ത് എത്തുമ്പോ എങ്ങനെയാണോ നമ്മുടെ ഫീല്, അതേ ഒരു ഫീലാണ് ഞങ്ങക്ക് മലാവിയിലായിരുന്നു. അപ്പൊ നമ്മുടെ ചിന്തേച്ചി ആദ്യം താമസിച്ച വീടിന്റെ അടുത്തേക്ക് കാണ്ടേക്ക് എത്താനാകുമ്പോ, ഇത് നമ്മളെ അടുത്തുള്ള ഫ്രൂട്ട്സ് കട ഉണ്ടോ, എന്തിനും ഏതിനും മോടി വന്ന് ഫ്രൂട്ട്സ് വാങ്ങുന്ന ഫ്രൂട്ട്സ് കട തൊട്ടപ്പുറത്തും ഉണ്ട്. ആ ഒരു ഫ്രൂട്ട്സ് കടേന്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി കൂടിയാണ് നമ്മളെ വീട്ടിലേക്ക് കയറി പോകാൻ തൊട്ട്. നമ്മള് വന്ന സമയത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയില് മനസ്സിലാവും കേട്ടോ. നമ്മളെ ഫ്രൂട്ട്സ് കട, നമ്മുടെ ഫ്രൂട്ട്സ് കട അല്ല, നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സ് കട. ഇതിലുള്ളൊരു ചെറിയൊരു വഴിയിലൂടെ നമ്മൾ കയറി പോകും. പിന്നെ ഇവിടുന്ന് അങ്ങനെ പോയാൽ അപ്പുറത്തും ഒരു വഴി ഉണ്ട് കേട്ടോ. അപ്പൊ 2 വഴി കൂടെ കയറിയാലും നമ്മളെ വീട്ടിലേക്ക് എത്താം. ഒരു വഴി കൂടെ കയറി റൗണ്ട് അടിച്ച് മറ്റേ വഴി കൂടെ ഇറങ്ങി വരാം കേട്ടോ. അതാണ് സുഖം. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ 10-12 ദിവസത്തെ യാത്രയ്ക്ക് ഒടുവിൽ നമ്മളെ നാട്ടിലേക്ക് എത്തി, വീട്ടിലേക്ക് എത്താനായി. തേക്കാണ്, തേക്കും റബ്ബറും കേട്ടോ. കാട് നല്ല രാത്രി ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നിലമ്പൂർ തേക്കുകളാണ്, നിലമ്പൂർ തേക്കുകളും റബ്ബറും. നിലമ്പൂർ തേക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ നല്ല ഈട്ടി, അങ്ങനെ പലതരം മരങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള നല്ല മൊത്തം മരങ്ങളുണ്ട്. തേക്ക് മാത്രമൊന്നുമല്ല. നമ്മുടെ ഈ റോഡും കൂടി ഉള്ളൂല്ലേ ഞാൻ നേരെ ടാറിടാന്. നമ്മളെല്ലാ റോഡിനെ പറ്റി പറഞ്ഞല്ലോ. ഞങ്ങളെ ഈ റോഡ് കുറച്ച് വീതിയും കുറവാണ്, അതേപോലെ തന്നെ ടാറും ഇട്ടിട്ടില്ല. ടാറിങ് ആണ്, പക്ഷെ ഈ ടാറിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കോൺക്രീറ്റ് ആണ്. ഇത് ഞാൻ റോഡ് നന്നാക്കുകയാണോ എന്താ അറിയില്ല. അയ്യോ, നമ്മളെങ്ങനെ പോകും? ഒരു കാറുണ്ട് ഇവിടെ, കാറിന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനത്തെ റോഡാണ്. അവിടെ ഒരു വണ്ടി കിടക്കണ്ടായി. ഞാൻ പിന്നെ ഇറങ്ങി എന്നിട്ട് കുറച്ചൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ആളുണ്ടായിരുന്നില്ല. ആ വണ്ടീന്റെ ആളെ അവിടെ കൊണ്ട് സൈഡിലായതുകൊണ്ടേ. അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തി. റോഡുകൾ, നമ്മളെ വീടിന്റെ ഇവിടുത്തെ റോഡ് എത്ര സുഖമില്ല കേട്ടോ. ഇടുങ്ങിയതാണ്, തീരെ സ്പേസ് ഇല്ല വണ്ടികൾക്ക്. 2 വണ്ടി ഒന്നും ഒരുമിച്ച് പോവുകയേ ഇല്ല കേട്ടോ. 2 വണ്ടി വേണ്ട, ഒരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മള് വീടെത്തി കേട്ടോ. അമ്മ അപ്പത്തേക്കിന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മള് വരുന്ന കണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മലാവിടുകാർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും സ്നേഹം മാത്രം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.